മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ, സ്വർഗത്തിൽ എല്ലാവർക്കും ഒരു കൂട്ടുകാരൻ ഉണ്ടാകും. സ്വർഗത്തിൽ എല്ലാവർക്കും ഒരു കൂട്ടുകാരൻ ഉണ്ടാകും. അള്ളാഹുവേ, എൻ്റെ കൂട്ടുകാരൻ ആരാണ്? മറ്റൊരു റിവായത്തിൽ സ്വർഗത്തിൽ എല്ലാവർക്കും അയൽവാസികൾ ഉണ്ടാകും. സ്വർഗത്തിലെ എൻ്റെ അയൽവാസി ആരാൻ? രണ്ട് രൂപത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ കൂട്ടുകാരൻ അല്ലെങ്കിൽ അയൽവാസി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അറിയിച്ചു കൊടുത്തു, മൂസാ നബിയെ, സ്വർഗത്തിലെ നിങ്ങളുടെ അയൽവാസി അത് ഒരു മനുഷ്യനാണ്. അയാള് ഇന്നാലിന്ന സ്ഥലത്ത് മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇന്നാലിന്ന സ്ഥലത്ത്, നാട്ടിൽ ഇന്നാലിന്ന സ്ഥലത്ത് അയാൾ മരണപ്പെട്ടു. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് അയാളെ എടുത്ത് കുളിപ്പിച്ച് കഫം പുടവയൊക്കെ ധരിപ്പിച്ച് നിങ്ങൾ ഒരു നല്ല സ്ഥലത്ത് കൊണ്ടുപോയി മൂപ്പരെ മറമാടണം. മൂപ്പര് മരണപ്പെട്ടു, പക്ഷെ ആരും മറമാടിയിട്ടില്ല. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയെന്നാണ്. അങ്ങനെ പോയി ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങി അവസാനം അള്ളാഹു പറഞ്ഞ ആ ഒരു നാട്ടിലെത്തി. ആ നാട്ടിലെത്തിയിട്ട് ഇയാളുടെ പേര് ചോദിച്ചു, ഇന്നാലിന്ന മനുഷ്യൻ എവിടെയാണ്? അപ്പൊ ചോദിക്കുമ്പോൾ ആളുകൾ എല്ലാവരും വളരെ ദേഷ്യത്തോടെ, വളരെയധികം വെറുപ്പോടുകൂടിയാണ് അയാളെ പറ്റി സംസാരിക്കുന്നത്. ഓ, അയാളാണോ? അയാളെന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നത്? അയാളെ എല്ലാവരും കൂടി തല്ലിക്കൊന്നു എന്നൊക്കെയാ പറയുന്നത്. എല്ലാവരും കൂടി തല്ലിക്കൊന്നെന്നോ? സ്വർഗത്തിലെ എൻ്റെ അയൽവാസിയെയാണ് ഞാൻ തേടുന്നത്. സ്വർഗത്തിലെ എൻ്റെ അയൽവാസി അയാൾ നല്ലൊരു ഇബാദത്ത് എടുക്കുന്ന മനുഷ്യനാവണമല്ലോ. പക്ഷെ ചോദിക്കുന്ന ആളുകളെല്ലാം അയാളെപ്പറ്റി മോശം വർത്തമാനമാണ് പറയുന്നത്. അയാൾ മോശത്തരം ചെയ്യുന്ന ആളാണ്, അയാൾ അങ്ങനെ ചെയ്യുന്ന ആളാണ്, അയാൾ ഇങ്ങനെ ചെയ്ത ആളാണ്, അയാൾ എന്താണ് നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ചെയ്യൂല. അങ്ങനെ എല്ലാവരും മോശം അഭിപ്രായം മാത്രമാണ് ആ മനുഷ്യനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അവസാനം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്വേഷിച്ച് ഒടുവിൽ ഈ ആളെ കണ്ടെത്തി, ഇയാളുടെ ജനാസ കണ്ടെത്തി. ഈ അഴുക്കുകൾ, മാലിന്യങ്ങൾ ആളുകൾ കൊണ്ടുപോയി ഇടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എല്ലാവരാലും തല്ലപ്പെട്ട്, എല്ലാവരാലും മർദ്ദിക്കപ്പെട്ട് ഒരു മനുഷ്യന്റെ ജനാസ അവിടെ കിടക്കുകയാണ്, മയ്യത്ത് അവിടെ കിടക്കുകയാണ്. മൂസാ നബി അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കാൻ ഒരുങ്ങി നിൽക്കും, പടച്ചോനെ, എന്റെ സ്വർഗത്തിലെ അയൽവാസി ഇയാളാണോ? ഞാനോർത്ത് ഏതെങ്കിലും വലിയൊരു പണ്ഡിതനായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ഏതെങ്കിലും ഒരാളായിരിക്കും സ്വർഗത്തിൽ എൻ്റെ അയൽവാസി എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സ്വർഗത്തിൽ എൻ്റെ അയൽവാസി ഇത്രമാത്രം ആളുകൾ വെറുക്കപ്പെട്ട ആളായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആ സമയത്ത് അള്ളാഹു തആല പറഞ്ഞു, മൂസാ നബി, അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം അയാളെ കുളിപ്പിക്കുക, അയാളെ കുളിപ്പിച്ച് കഫം പുടവ ധരിപ്പിച്ച് അയാളെ മറമാടുക. മൂസാ നബി ഇയാളുടെ ജനാസ എടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് ഇയാളെ കുളിപ്പിക്കാനും ഇയാളെ കഫൻ ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് ആളുകൾ മൂസാ നബിയെ കുറ്റം പറഞ്ഞു. നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണ്? അയാൾ ഞങ്ങൾക്ക് ഉപദ്രവമായിരുന്നു, എപ്പോഴും ഉപദ്രവമായിരുന്നു, ഞങ്ങൾക്ക് ആർക്കും അയാളെ ഇഷ്ടമല്ല, അയാൾ വെറുതെ തെമ്മാടിത്തരം ചെയ്യുന്ന ആളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അയാളെ പറ്റി കുറ്റം പറയുമ്പോൾ മൂസാ നബിക്ക് ഭയങ്കര വിഷമമായി. കാരണം പടച്ചോനെ, സ്വർഗത്തിൽ എൻ്റെ അയൽവാസി ഇത്രമാത്രം ആളുകൾ വെറുക്കുന്ന ആളാണോ? പിന്നെ അള്ള പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ആ മനുഷ്യനെ നല്ലപോലെ കുളിപ്പിച്ച് അയാളെ കഫം പുടവയൊക്കെ ധരിപ്പിച്ച് ഒരു സ്ഥലത്ത് മറമാടി. എന്നിട്ട് പടച്ചോനൊരു ദ്വാരുന്നു, അള്ളാഹുവേ, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, ഇതിന്റെ രഹസ്യം എന്താണ്, എനിക്കൊന്ന് പറഞ്ഞു തരണം. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല മഹാനായ മൂസാ നബിക്ക് അറിയിച്ചു കൊടുത്തു, മൂസാ നബിയെ, ഇയാൾ മരിക്കുന്ന സമയത്ത്, ഇയാൾ സത്യം, ജനങ്ങളൊക്കെ പറഞ്ഞത് സത്യമാണ്, ഇയാൾ ഭയങ്കര മോശം ആളാണ്, മോശം സ്വഭാവമുള്ള ആളാണ്, ജനങ്ങൾക്കൊന്നും ഇയാളെ ഇഷ്ടമല്ല. പക്ഷേ ഇയാൾ മരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ആ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഇയാൾ ആ സമയം വരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അയാൾക്ക് ഞാൻ പുറത്തു കൊടുത്തിട്ട് അയാളെ ഞാൻ എൻ്റെ സ്വർഗത്തിൽ കടത്തുക മാത്രമല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ അയൽവാസിയാക്കാൻ ഞാൻ തീരുമാനിച്ചതാണ്. അപ്പൊ മൂസാ നബി ചോദിച്ചു, പടച്ചോനെ, ഇയാൾ എന്താണ് നിന്നോട് ചോദിച്ചത്, നിന്നോട് പറഞ്ഞത്? ആ സമയത്ത് അള്ളാഹു പറഞ്ഞു എന്നാണ്, ഇയാൾ മരിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ അടിച്ച് മർദ്ദിച്ച് ഇങ്ങനെ മരണത്തോട് മുഖാമുഖം കാണുന്ന സമയത്ത് അയാൾ എന്നോട് പറഞ്ഞു, യാ റബ്ബ്, അള്ളാഹുവേ, പടച്ചവനെ, ജനങ്ങളെല്ലാം എന്നെ വെറുക്കുന്നുണ്ട്, ജനങ്ങളെല്ലാം എന്നെ വെറുക്കുകയാണ്, ജനങ്ങളെല്ലാവരും എന്നെ തെമ്മാടി എന്ന് വിളിക്കുകയാണ്. അത് ശരിയായിരിക്കും, ഞാൻ തെമ്മാടിത്തരം ചെയ്യുന്നവനാണ്, ഞാൻ ജനങ്ങളെ ഉപദ്രവിച്ചവനാണ്. പക്ഷേ അള്ളാഹുവേ, ഒരു തെമ്മാടിയെ എനിക്കിഷ്ടമല്ല. ഞാൻ തെമ്മാടിയാണ്, പക്ഷെ ഒരു തെമ്മാടിത്തരം ചെയ്യുന്നവനെ എനിക്കിഷ്ടമല്ല എന്ന് നിനക്കറിയാമല്ലോ. ഇതൊന്നാമത്തെ കാര്യം. 2, ഇയാൾ പറയുന്നു, അള്ളാഹുവേ, ഞാനൊരു സ്വാലിഹായ മനുഷ്യനൊന്നുമല്ല, ഞാൻ നിന്നെ വഴിപ്പെട്ട ആളൊന്നുമല്ല, പക്ഷെ ഒരു സ്വാലിഹായ, നിന്നെ വഴിപ്പെടുന്ന, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് നിനക്കറിയാമല്ലോ. രണ്ടാമത്തെ കാര്യം. 3, അള്ളാഹുവേ, പടച്ചോനെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയവനാണ്, എന്നെ നീ നരകത്തിൽ ഇട്ടാൽ നിനക്ക് എന്തെങ്കിലും പദവികൾ ഉയരുമെങ്കിൽ നീ എന്നെ നരകത്തിലേക്ക് ഇട്ടോ, എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ നരകത്തിൽ കടക്കുന്നത് കൊണ്ട് നിന്റെ പദവിയൊക്കെ ഉയരുമല്ലോ, അതെനിക്ക് സന്തോഷമാണ്. 4, അള്ളാഹുവേ, നീ എന്നെ സ്വർഗത്തിലെങ്ങാനും പ്രവേശിപ്പിച്ചാൽ, എൻ്റെ എല്ലാ തെറ്റുകളും പുറത്തു തന്ന് നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ, നിന്റെ
പദവിക്ക് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമെങ്കിൽ നീ എന്നെ സ്വർഗത്തിൽ കടത്തരുത്. കാരണം എന്നെ സ്വർഗത്തിൽ കടത്തിയാൽ നിനക്ക് എന്തെങ്കിലും ഒരു പദവിക്ക് കോട്ടം സംഭവിക്കുമെങ്കിൽ, നിന്റെ ഭയങ്കരമായ ഇസ്സത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമെങ്കിൽ നീ എന്നെ സ്വർഗത്തിൽ കടത്തണ്ട. അയാൾ 4ാമത് പറഞ്ഞ കാര്യമാണ്. 5ാമത് പറഞ്ഞു, അല്ലാ, എത്ര തെറ്റ് ചെയ്താലും ആളുകളൊക്കെ എത്ര തെമ്മാടി എന്ന് പറഞ്ഞാലും ഞാൻ നിന്റെ അടിമയാണ്, നീ എൻ്റെ യജമാനനാണ്. നിന്റെ വിശാലമായ കരുണയും നിന്റെ വിശാലമായ മഗ്ഫിറത്തും അതിനെ തൊട്ട് ഞാൻ ആശ മുറിഞ്ഞിട്ടില്ല റബ്ബേ. നിന്റെ കരുണ അത് വിശാലമാണ്, ഒരല്പം എന്നിൽ തരണേ അല്ലാ. ഇതാണ് 5ാമതായി അയാൾ പറഞ്ഞത്. 5 കാര്യങ്ങൾ ഇയാൾ മരിക്കുന്നതിനു മുമ്പ് പറഞ്ഞു മൂസാ നബിയെ. ഈ 5 കാര്യങ്ങളും കേട്ടപ്പോൾ എൻ്റെ റഹ്മത്ത് അത് വിശാലമാണല്ലോ, എൻ്റെ പാപമോചനം അത് വിശാലമാണല്ലോ. അയാൾ ആ സമയം വരെ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ പുറത്തു കൊടുത്ത് അയാളെ എൻ്റെ കരുണ കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക മാത്രമല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ അയൽവാസിയാക്കാൻ ഞാൻ തീരുമാനിച്ചു മൂസാ എന്ന് അല്ലാഹു പറയുകയാണ്.